ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളും വൈവിധ്യങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളും വൈവിധ്യങ്ങളും എന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ കോച്ചിങ് നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. സിലബസ് അടിസ്ഥാനത്തിലുള്ള മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റ് പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അതായത് സിലബസ് മുഴുവൻ നമ്മൾ OMR ഷീറ്റ് രൂപത്തിലേക്ക് ആക്കി എടുത്തേക്കുന്ന OMR ഷീറ്റ് പ്രാക്ടീസിന് വേണ്ടി ചെയ്തേക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ, ധാരാളം മോഡൽ എക്സാമുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ക്രാഷ് കോഴ്സാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളും വൈവിധ്യവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ പ്രീ സ്കൂൾ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ മുന്നറിവിലും കഴിവിലും താല്പര്യത്തിനും വികസന മേഖലയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നവരായിരിക്കും. നമുക്കറിയായിരിക്കും അതിപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആയാലും ഓരോ വ്യക്തികളായാലും എങ്ങനെയാണ് മറ്റു വ്യക്തിയും വ്യത്യസ്തമാണല്ലോ. ഇപ്പോൾ എൻ്റെ കഴിവോ എൻ്റെ താല്പര്യങ്ങളോ എൻ്റെ വികസന മേഖലകളോ എൻ്റെ മുന്നറിവോ ഒന്നും ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടായിരിക്കും. മറ്റൊരാൾക്കാരും കൂടുതൽ ചിലപ്പോൾ വേറൊരാൾക്കുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വ്യത്യസ്തമാകുന്ന പോലെ തന്നെയാണ് ഈ കുഞ്ഞു മക്കളും അവരുടെ അറിവിലും കഴിവിലും താല്പര്യത്തിലൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ഒരു പ്രീ സ്കൂളിൽ അധ്യയന വർഷത്തിൽ 20 കുട്ടികൾ ചേരുവാണെങ്കിൽ ആ 20 കുഞ്ഞുങ്ങളും എങ്ങനെയായിരിക്കും? വ്യത്യസ്ത കഴിവുള്ളവരും വ്യത്യസ്ത അഭിപ്രായമുള്ളവരും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നവരുമായിരിക്കും. അപ്പോൾ അവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട ഒരു സമഗ്ര പഠനമാണ് പ്രീ സ്കൂളിൽ നടക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കഴിവിനെ അടിസ്ഥാനമാക്കി ഒരു കുട്ടിയുടെ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി ഒന്നും ആവരുത് ഇവിടെ എന്ത് നടക്കേണ്ടത്? ഒരു പഠനം നടക്കേണ്ടത്. എല്ലാ വ്യക്തികളെയും എല്ലാ കുഞ്ഞുമക്കളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു പഠനമായിരിക്കണം എപ്പോഴും പ്രീ സ്കൂളിൽ നടത്തേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യം പ്രസംഗമല്ല, പ്രവർത്തനമാണ്. അവർക്ക് കൂടുതലും എങ്ങനെയാണ്? ആക്ടിവിറ്റിയിലൂടെയാണ് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. കാരണം അവർ കൂടുതൽ ആക്ടിവിറ്റിയിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ വികസന മേഖലകളിലും ബുദ്ധിയുടെ ബഹുമുഖങ്ങളിലെയും പരിഗണിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വികസന ആവശ്യങ്ങൾ പലതാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ കുഞ്ഞിൻ്റെ വികസന ആവശ്യങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കും? പലതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനം വ്യത്യസ്തമായ പഠന തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. കുഞ്ഞിൻ്റെ പ്രായം, പ്രാകൃതം, ആവശ്യങ്ങൾ, കഴിവുകൾ, താല്പര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പഠനതന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ പഠനതന്ത്രങ്ങൾ എപ്പോഴും എങ്ങനത്തെ പഠനതന്ത്രങ്ങളായിരിക്കണം? ആക്ടിവിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനതന്ത്രങ്ങളായിരിക്കണം. കാരണം അവർക്ക് പ്രവർത്തിച്ച് പഠിക്കാനാണ് ഇഷ്ടം. അല്ലാതെ എഴുതി വായിക്കുകയോ കാണാണ്ട് പഠിക്കുകയോ അങ്ങനെയൊന്നും അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് എപ്പോഴും എന്തൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് അത് പഠിക്കാനായിരിക്കും ഇഷ്ടം. കുഞ്ഞുങ്ങൾക്ക് ആവശ്യം പ്രസംഗമല്ല, പ്രവർത്തനമാണ്. കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണതയ്ക്കല്ല, അവരുടെ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യം. അപ്പോൾ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? അവരെ കൃത്യമായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ, അതായത് ഒരു ഓർഡറിൽ അവർ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്. അവരതിനകത്ത് പങ്കാളിയായോ എന്ന് മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ആ കുട്ടി ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തനം കൃത്യമായിട്ട് A to Z കാര്യങ്ങൾ ഓർഡറാക്കി ചെയ്തോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് ഏത് പ്രവർത്തനം ആയാലും. ഇപ്പോൾ എന്തിന് കളികൾ നിങ്ങൾ കൊടുക്കുകയാണ്, അപ്പോൾ കളി നല്ല രീതിയിൽ ആ കുട്ടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി കൃത്യമായിട്ട് ആ കുട്ടിയുടെ കഴിവിൻ്റെ പരമാവധി നിന്നുകൊണ്ട് അതിൽ ആ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തോ എന്നതിന് മാത്രമാണ് ഇവിടെ പ്രാധാന്യം ഉള്ളൂ. അതുപോലെ തന്നെ കഥ, പാട്ട്, നാടക അവതരണം, പാവകളി, കഥാഗാനങ്ങൾ, അഭിനയ ഗാനങ്ങൾ, സംഘഗാനങ്ങൾ, പ്രകൃതി നടത്തം, ഗണിത അനുഭവങ്ങൾ, ശാസ്ത്ര അനുഭവങ്ങൾ, പ്രശ്നപരിഹാര പ്രവർത്തനങ്ങൾ, ക്ലാസ് റൂമിനകത്തും പുറത്തു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ആക്ടിവിറ്റീസിലൊക്കെ എങ്ങനെയാണ്? കുട്ടിയുടെ പങ്കാളിത്തമുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ കുട്ടി അതിനകത്ത് A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പൂർത്തിയാക്കിയോ എന്നതിനുപരി ആ കുഞ്ഞ് അതിനകത്ത് ആക്ടിവിറ്റിയിൽ അവൻ്റെ കഴിവിൻ്റെ മാക്സിമം അത് പങ്കെടുത്തോ എന്നാണ് നമ്മൾ എപ്പോഴും വിലയിരുത്തേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കളികളാണ് കേട്ടോ. കളിയാണ് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ കളിയിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. കളിയാണ് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത്. കളിക്കുക എന്ന കുട്ടിയുടെ നൈസർഗിക വാസന കൂടിയാണ്. അപ്പോൾ ആ ഒരു ഏജിലുള്ള പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കളിക്കാനായിരിക്കും അല്ലേ. അപ്പോൾ അവരെ കളിയാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ജീവൻ എന്നൊക്കെ പറയുന്നത്. കളികളിലൂടെ പഠനം കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. കളികളിലൂടെയുള്ള പഠനമാണ് കുട്ടികൾ എപ്പോഴും ഇഷ്ടപ്പെടുക. അല്ലാതെ വായിച്ചോ എഴുതിയോ പഠിക്കാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും കളികൾ കൊടുത്ത്
അപ്പോൾ എന്താണ് നമുക്ക് തത്തയ്ക്കയുടെ കളർ എന്താണ്, ഇപ്പോൾ കിളികളുടെ പേര് പറഞ്ഞ് കളിക്കാം. എന്തൊക്കെ കിളികളുണ്ട് ഒരാൾ പറഞ്ഞ്, അങ്ങനെ അപ്പോൾ പറയുന്ന ആൾക്ക് ഒരു പോയിന്റ്. അപ്പോൾ ടീച്ചറെ ഇന്ന കിളിയുണ്ടെന്ന് പുറകിൽ വിളിച്ച് പറയും ഇല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്തരത്തിൽ എന്ത് കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ കളികളിലൂടെ ചെയ്യിപ്പിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം. അത് അവരുടെ ഒരു ജന്മവാസനയാണ് കളിക്കുക എന്നത്. അപ്പോൾ പ്രവർത്തനത്തിൽ എന്താണ്, കളിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായി ഏർപ്പെടുന്ന ഏതൊരു പ്രവർത്തനം കളി തന്നെയാണ് എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണ്, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായി ഏർപ്പെടുന്ന ഏതൊരു പ്രവർത്തനവും കളി തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. കളി എന്ന് നാം വ്യവഹരിക്കുന്നെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് ഗൗരവമായ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ കളി എന്ന് പറയുന്നത് എന്താണ്, ചുമ്മാ നമുക്കൊരു തമാശ പോലെ തോന്നുമെങ്കിലും കളികളെന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചും അവരുടെ ഏജിനെ സംബന്ധിച്ചും എടുക്കുന്ന വലിയൊരു പ്രവർത്തനം ചെയ്യുന്ന പോലെയാണ്. നമ്മളൊരു അസൈൻമെൻറ്റ് സീരിയസ് ആയിട്ട് എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു സെമിനാർ സീരിയസ് ആയിട്ട് എഴുതുന്ന പോലെയോ ഒക്കെ തന്നെയാണ് കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നത്. അവർക്ക് അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സോടെയാണ് അവർ കളികളിലും ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു കളിക്കുമ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ പാടി കളിക്കുന്നുണ്ട്. ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു നഴ്സറി വട്ടത്തിൽ നനയ്ക്കണം, ചെഞ്ചീര എന്നൊക്കെ പറഞ്ഞ് റൗണ്ട് ചുറ്റിയിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണാം. ഒരുപാട് കളിയുടെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പല കളികളിൽ ഏർപ്പെടുന്നത് കാണാം. അപ്പോൾ അതെന്താണ്, അവരെ പാട്ട് പാടി ഒപ്പം കളിക്കുന്നതും അതുപോലെ ഡും ഡും മാലാക, എന്തിനു വന്നു, നിറത്തിന് വന്നു, അങ്ങനെയൊക്കെ ഒരു നഴ്സറി കുട്ടികളുടെ കളിയൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ അതൊക്കെ പാടി കളിക്കുമ്പോൾ അവരെ പഠിക്കുവാണ്. ആ പാട്ടുകൂടി ഈണത്തിൽ പാടാനും പാട്ടിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് കളിക്കാനും ഒക്കെ അവരെ പാട്ടുകൂടി അതിൻ്റെ കൂടെ സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. ഉയർന്ന സർഗാമതയുള്ള കുട്ടികൾ നഴ്സറി സ്കൂളുകളിലുണ്ട്. കളി ഉപകരണവുമായി പരിവർത്തനമാക്കുന്ന പാഴ്വസ്തുക്കൾ കുട്ടികൾ നൽകി നോക്കൂ. ഈ സാമഗ്രികൾ പ്രയോജനപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുട്ടി ഒരു കളിയിൽ ഏർപ്പെടുത്തുന്നത് കാണാം. തൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ ഒരു കളി ഉപകരണമാക്കി ദർശിക്കാനുള്ള കഴിവ് അവയ്ക്ക് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആ സമയത്ത് നമ്മൾ എന്തെടുത്ത് കൊടുത്താലും അതിന് സ്വന്തമായിട്ടൊരു കളികളൊക്കെ കണ്ടുപിടിച്ച് അത് കളിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണാം. ഇനി കളി പ്രവർത്തനങ്ങളുടെ സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം. കളി പ്രവർത്തനങ്ങളുടെ സവിശേഷതയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. പങ്കാളിത്തപരമാണ്. കളി എന്ന് പറയുന്നത് പങ്കാളിത്തപരമാണ്. അതുപോലെ തന്നെ ആകർഷണമാണ്. അതുപോലെ തന്നെ സമ്മാനിതമാണ്, സ്വാഭാവികമാണ്, ആനന്ദകരമാണ്, ഭൗതിക നൈപുണ്യം വളർത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കളിപ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പങ്കാളിത്തപരമാണ് അല്ലേ, അതുപോലെ തന്നെ ആകർഷണമാണ്, അതുപോലെ തന്നെ സ്വാഭാവികമാണ്, ആനന്ദകരമാണ്. ഇതൊക്കെ കളിപ്രവർത്തനങ്ങളുടെ സവിശേഷതയാണ്. ഇനി നഴ്സറി സ്കൂൾ പ്രവർത്തനങ്ങളുടെ കളിയുടെ പ്രാധാന്യം എന്താണ്? സംഘബോധം വളർത്തുന്നു, കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്, പേശി ചലനത്തിന് അവസരം നൽകുന്നു, ഊർജ്ജ വിനിമയത്തിന് അവസരം നൽകുന്നു, അതുപോലെ സർഗാത്മകതയ്ക്ക് അവസരം നൽകുന്നു, സ്വതന്ത്ര ആവിഷ്കാരത്തിന് സാധ്യത ഒരുക്കുന്നു, സഹകരണ മനോഭാവം വളർത്തുന്നു, സഹജീവി സ്നേഹം വളർത്തുന്നു, അതുപോലെ യുക്തിചിന്ത വളർത്തുന്നു, ഏകാഗ്രത വളർത്തുന്നു, പങ്കാളിത്തം ഉറപ്പാക്കുന്നു, വിജയബോധം ഉണ്ടാക്കുന്നു. ഇതൊക്കെ നഴ്സറി സ്കൂളുകളിൽ കളിയുടെ പ്രാധാന്യമാണ്. ഫസ്റ്റ് സംഘബോധം വളർത്തുന്നു. എങ്ങനെയാണ് ഒരു കളി സംഘബോധം വളർത്തുന്നത്? അപ്പോൾ കുഞ്ഞുമക്കൾ ഒരുമിച്ചിരുന്നായിട്ടായിരിക്കും കളിക്കുന്നത്. അപ്പോൾ നീ കൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ടായിരിക്കും അവർ കളിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരുമിച്ച് നിന്ന് ഉള്ള അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ സംഘചർച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ ഒരു സംഘബോധം കളിയിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൽ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കളി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യമേ പറഞ്ഞു, കളിയാണ് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കളിയാണ് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ജീവൻ എന്നുകൊണ്ട് തന്നെ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കളികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേശി ചലനത്തിന് അവസരം നൽകുന്നു. അവർ ഓടിപ്പിടിച്ചും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിലൂടെയൊക്കെ ആയിരിക്കും കളികൾ നടത്തുക. അപ്പോൾ അവരുടെ ആ പേശി പ്രവർത്തനത്തിനും ഇത് ഒരുപാട് ഹെൽപ്പാകും. അതുപോലെ തന്നെ ഊർജ്ജ വിനിയോഗത്തിന് അവസരം നൽകുന്നു. അവർ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ കളികളൊക്കെ ചെയ്യുന്നത്. അതുപോലെ സഹകരണ മനോഭാവം വളർത്തുന്നു. മറ്റുള്ള കുട്ടികളൊക്കെ ഒരുമിച്ച് ചേർന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ അവരിലൊരു സഹകരണ മനോഭാവം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ സഹജീവി സ്നേഹം വളർത്തുന്നു. അപ്പോൾ അവിടെ സഹകരണ മനോഭാവവും സംഘബോധവും ഒക്കെ വളരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? മറ്റു കുട്ടികളോട് എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ കൂട്ടുകാരനാണ്, അങ്ങനെ ഒരു ബോധം അല്ലെങ്കിൽ സ്നേഹം അവരിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മുൻകൈ എടുക്കാൻ അവസരം ഒരുക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്യാം അല്ലെങ്കിൽ നീ ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരും കളികളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു.
ഇതൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കളികളിൽ ഏർപ്പെടുമ്പോൾ അവരിൽ വരുന്ന ഓരോ സവിശേഷതകളാണിത്. ഇങ്ങനെയുള്ള സവിശേഷതകളാണ് പിൽക്കാലത്ത് അവർ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. പ്രീ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? മുൻ ഭാവിയിലേക്ക് അവർ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടിത്തറയാണ്. ആ അടിത്തറ നേരത്തെ പറഞ്ഞ് ഒരു വീട് പണിയുമ്പോൾ നമ്മൾ അടിത്തറ നന്നായെങ്കിൽ മാത്രമേ മുകളിലേക്ക് നല്ലൊരു ബിൽഡിംഗ് പണിത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പ്രീ സ്കൂൾ എന്ന് പറയുന്നത്. പ്രീ സ്കൂളിൽ നല്ല രീതിയിലുള്ള അറിവ്, നല്ല രീതിയിലുള്ള ആക്ടിവിറ്റി, നല്ല രീതിയിലുള്ള മൈൻഡ് ഓഫ് സെറ്റോടുകൂടി കുട്ടികൾക്ക് ഇരിക്കാൻ സാധിച്ചാലാണ് അവർ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ഒരു സവിശേഷത അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ യുക്തിചിന്ത വളർത്തുന്നു. അപ്പോൾ ഇന്ന രീതി ചെയ്ത കളി നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ യുക്തിപരമായിട്ട് കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഏകാഗ്രത വളർത്തുന്നു. കളികളിൽ അവർക്ക് ഒരു ഏകാഗ്രത ഉണ്ടാകുന്നു. വിജയബോധം ഉണ്ടാകുന്നു. ഞാൻ ജയിക്കണം, എങ്ങനെയെങ്കിലും എനിക്കിത് ജയിക്കണം എന്നൊരു വിജയബോധം അവരിലുണ്ടാകുന്നു. പങ്കാളിത്തം ഉറപ്പാക്കുന്നു. ഇതൊക്കെ എന്താണ്? നഴ്സറി സ്കൂൾ പ്രവർത്തനങ്ങളിൽ കളിയുടെ പ്രാധാന്യമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടി അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്നതല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കളിയിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് തനിയെ വരുന്നതാണ്. അത്രമാത്രം പ്രാധാന്യമുണ്ട് പ്രീ സ്കൂളുകളിൽ കളികളിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കളികൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. എന്തൊക്കെ കളികൾക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സ്വാഭാവികമായിരിക്കണം. അതായത് കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രവർത്തനമായിരിക്കണം. എല്ലാവർക്കും പങ്കാളിത്തം വേണം. അപ്പോൾ ആ ക്ലാസ്സുകളിൽ നമ്മൾ കളിക്കാതിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പങ്കാളിത്തം വേണം. ആഹ്ലാദപരമായിരിക്കണം. നല്ല സന്തോഷത്തോടുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കണം. ശിശു കേന്ദ്രീകൃതമാകണം. കുട്ടികളാണ് ഈ കളികളിലെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശിശു കേന്ദ്രീകൃതമായിരിക്കണം. വൈവിധ്യമാർന്ന ചിന്തയ്ക്കും പ്രവർത്തനത്തിന് സാധ്യത ഉണ്ടാകണം. വൈവിധ്യമാർന്ന ചിന്തയ്ക്കും പ്രവർത്തനത്തിന് സാധ്യത ഉണ്ടാകണം. കുട്ടിക്ക് അർത്ഥപൂർണ്ണമായി തോന്നണം. ഇത് നല്ല ഒരു രസമായിട്ട് പറ്റുന്നുണ്ട് എന്നൊരു അർത്ഥപൂർണ്ണത ഉണ്ടാവണം കുട്ടിക്ക് ഇതുകൊണ്ട്. ഇനി നമുക്ക് കളികളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? പലതായിട്ട് തരംതിരിക്കാം. ഒന്ന്, സ്വതന്ത്ര കളി. അതായത് എന്താണ്? ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. പിന്നെ ആസൂത്രണ കളി. അതായത് ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നു. ഇന്ന രീതിയിലാണ് നമ്മൾ ജയിക്കുന്നത്. ഇന്ന മാനദണ്ഡങ്ങളുണ്ട്. ഇന്ന ഈ ബോൾ പിടിക്കുന്ന ആളാണ് വിജയിക്കുന്നത്. അങ്ങനെ കുറച്ച് ഓർഗനൈസ് ആയിട്ട് പോകുന്ന കളി. ഇനി ഒറ്റയ്ക്കുള്ള കളി. എന്താണ് ഒറ്റയ്ക്കുള്ള കളി? പിന്നെ അതുപോലെ ബന്ധപ്പെട്ടുള്ള കളി, അതുപോലെ സഹകരിച്ചുള്ള കളി, കുറച്ച് അധികം കുട്ടികൾ ഒരുമിച്ചുള്ള കളി, പിന്നെ അകക്കളി, പുറക്കളി. അതായത് എന്താണ്? ഈ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ, ക്ലാസ് റൂമിൽ തന്നെ കളിക്കാൻ പറ്റുന്നത്. ഇനി സ്കൂളിൻ്റെ വെളിയിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റുന്ന കളി. ഇനി എന്താണ്? സാമഗ്രികൾ ഉപയോഗിച്ചുള്ള കളി. എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് കളിയുമ്പോൾ ബോൾ കളിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് പന്ത് കളിക്കുന്നത്, അതൊക്കെ എന്താണ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച്. ഷട്ടിൽ ബാറ്റ് കളിക്കുന്നത്, അതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് കളിക്കുന്നതല്ലേ. അതല്ലാതെ ചുമ്മാ വട്ടം നാരങ്ങ കളിക്കുന്നു, ഓടി പിളിച്ച് കളിക്കുന്നു, അതൊക്കെ എന്നാൽ സാമഗ്രികൾ ഉപയോഗിക്കാതെ കളിക്കുന്ന കളി. ഇനി ഒറ്റയ്ക്കുള്ള കളിക്കുന്ന രീതിയുണ്ട്. ജോഡിയായിട്ട് 2 പേര് ചേർന്ന് കളിക്കുന്നത്, സംഘമായി കളിക്കുന്നത്, അങ്ങനെ പല തരത്തിലുള്ള കളി രീതികൾ ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കളി കഴിഞ്ഞ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കഥകൾ എന്ന് പറയുന്നത്. കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. കൊച്ചുകുട്ടികൾക്ക് കഥ കേൾക്കാനും കേട്ടത് തന്നെ വീണ്ടും കേൾക്കാനും ഇഷ്ടമാണ്. സ്വന്തമായി കഥകൾ നിർമ്മിക്കാനും തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് കഥകൾ പറയാനും എല്ലാ കുട്ടികൾക്കും സാധിക്കും. കഥ കേൾക്കുന്നതിലൂടെയും പറയുന്നതിലൂടെയും ഭാഷാപരമായ വികസനം സാധ്യമാകുന്നു. കഥയുടെ തിരഞ്ഞെടുപ്പ്, അവയുടെ അവതരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം, തന്ത്രങ്ങൾ, രീതികൾ എന്നിവയൊക്കെ ശിശു വിദ്യാഭ്യാസ പ്രവർത്തകർ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ കഥകൾ എന്ന് പറയുന്ന കളികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യപ്പെട്ട് വരുന്ന എന്താണ്? അത് കഥകളാണല്ലേ. കഥകൾ കുട്ടികൾക്ക് കേൾക്കാനും ഇഷ്ടമാണ്, പറയാനും ഇഷ്ടമാണ്. ഇപ്പോൾ നഴ്സറി വിട്ടിരുന്ന കുട്ടി അല്ലെങ്കിൽ പ്രീ സ്കൂളൊക്കെ വിട്ടിരുന്ന കുട്ടി എന്താണ്, ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നഴ്സറിയിൽ ഇന്നോലൊക്കെ സംഭവിച്ചുകൊണ്ടൊക്കെ പറഞ്ഞ് ഭയങ്കര രസകരമായിട്ട് പറയൂല. കാരണം എന്താണ്? അവർക്ക് അങ്ങനെ അവർ കണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കാനും അതിൽ നിന്നൊരു ആനന്ദം കണ്ടെത്താനും ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും ഈ കുഞ്ഞുമക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അവർ കണ്ട കാര്യങ്ങൾ കഥകളായിട്ട് നമ്മളോട് പറയാനും അവർക്ക് ഇഷ്ടമാണ്. അപ്പം കളികൾ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രാധാന്യപ്പെട്ട ഒന്നാണ് കഥകൾ എന്ന് പറയുന്നത്. അപ്പം നഴ്സറി സ്കൂളുകളിൽ കഥയ്ക്കുള്ള പ്രസക്തി എന്താണ്? കുട്ടികൾക്ക് കഥ കേൾക്കുവാൻ ഇഷ്ടമാണ്. ഭാഷാ വികസനത്തിന് അവർ സംസാരിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വളരുന്നു. അതുപോലെ തന്നെ ഭാവന ഉണരുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ കഥകൾ ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ അത് കൃത്യമായിട്ട് 100% ശരിയായിരിക്കണമെന്നൊന്നുമില്ല. അവർ ചിലപ്പോൾ അവരുടെ ഭാവനയിൽ നിന്നും കുറച്ച് കൂട്ടിച്ചേർത്ത് പഴുതും. അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ അവരിൽ ഭാവന വളരാനുള്ളൊരു കഴിവ് കൂടി ഉണ്ടാകുന്നു. അതുപോലെ ശ്രവണശേഷി വികസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കഥ പറഞ്ഞു തരാമോ അമ്മ അല്ലെ അച്ഛ എന്നൊക്കെ പറയുമ്പോൾ അവർ കഥ കേൾക്കാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ എന്തുണ്ടാകും? അവർക്ക് കേൾക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ്. ഇനി പരസ്പരം ബന്ധം കണ്ടെത്തുന്നു. അതുപോലെ വ്യക്തിത്വ വികാസത്തിന് വഴിയൊരുക്കുന്നു. ഇതൊക്കെ എന്താണ്? നഴ്സറി സ്കൂളിലെ കഥകൾക്കുള്ള പ്രസക്തിയാണ് കേട്ടോ. ഇനി കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
ശിശുക്കൾക്ക് യോജിച്ചതായിരിക്കണം. അതല്ലാതെ ഭയങ്കര വലിയ ഷേക്സ്പിയറിൻ്റെ ഒക്കെ കഥകളൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് കൊടുത്ത് അവർക്ക് വല്ലതും മനസ്സിലാവും ഇല്ല. അവർക്ക് കുഞ്ഞു മൃഗങ്ങളുടെയോ തത്തയുടെയോ പൂച്ചയുടെയോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ ശിശുക്കൾക്ക് അവരുടെ ഏജിനൊത്ത് ഇണങ്ങുന്ന കഥകളായിരിക്കണം, രസകരവും ആനന്ദകരവുമായിരിക്കണം. അതെന്താണ്, ഭയങ്കര രസകരമായിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. താളത്തോടെ പറയാൻ കഴിയുന്നതായിരിക്കും, അല്ലാതെ കുറേ ഇടി ഫയർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല താളത്തോടെ നല്ല രസകരമായിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നതായിരിക്കണം. ഉറക്കെ പറയാൻ കഴിയുന്നതാണ്. ഉറക്കെ എന്താണ് പറയാൻ കഴിയുന്നതായിരിക്കണം. വളരെ പതുക്കെ പതുക്കെ പറഞ്ഞു പോകാം, നല്ല ഉറക്കം ഒരു എക്സ്പ്രഷനിൽ. വലിയൊരു സിംഹത്തെ കണ്ടു, എങ്ങനത്തെയാ, വലുത്. അപ്പോൾ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷനും എങ്ങനെ വേണം, വലുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈയൊക്കെ അങ്ങ് വിരിഞ്ഞു വന്ന് നമ്മുടെ കണ്ണൊക്കെ അങ്ങ് പുറത്തേക്ക് വന്ന് ആ രീതിയിൽ നമ്മൾ ആ സിംഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തും ആ സിംഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മക്കൾക്ക് അത് കേൾക്കാനും രസകരമായിട്ട് തോന്നും. അതുപോലെ തന്നെ വായിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളവയായിരിക്കും, നല്ല രീതിയിൽ വായിച്ചു കൊടുക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള കഥകളായിരിക്കണം. എന്താണ്, ശബ്ദാനുകരണത്തിന് സാധിക്കുന്നതായിരിക്കണം. അപ്പോൾ എന്താണ്, ശബ്ദത്തിനനുസരിച്ച് അപ്പോൾ ഒരു കുഞ്ഞു കിളി പറന്നു വന്നു, ഇഷ്ടമാണോ എന്നെ, അങ്ങനെയൊക്കെ ആ ഒരു കിളിയുടെ അല്ലെങ്കിൽ ആ ഒരു മൃഗാചാരമാണ് എന്തുവാണെങ്കിലും അവരുടേതായിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ സൗണ്ടൊക്കെ നമ്മളെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ രസകരമായിട്ട് ശബ്ദത്തിൽ മോഡുലേഷൻ കൊടുത്തു വേണം മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇനി എന്താണ്, അഭിനയ സാധ്യത ഉള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ വലിയ സിംഹത്തെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ വലിയ സിംഹം എങ്ങനെ വരും എന്നൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ പോകുമ്പോൾ നമ്മളും പമ്മീനെ പോണതായിട്ടൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയും എന്താണ്, അഭിനയ സാധ്യത ഉള്ളത് കൂടി ആയിരിക്കണം ഒരു കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ എന്താണ്, ക്രിയാത്മക ചിന്ത ഉണർത്തുന്നതുമായിരിക്കണം, അവരിൽ ക്രിയാത്മക ചിന്ത ഉണർത്തുന്നതുമായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്, ഉറക്കെ പറയാൻ കഴിയുന്നവയായിരിക്കണം, വായിച്ചു കൊടുക്കാൻ പറ്റുന്നവയായിരിക്കണം, ശബ്ദാനുകരണത്തിന് സാധിക്കുന്നവയായിരിക്കണം, അഭിനയ സാധ്യത ഉള്ളവയായിരിക്കണം, ക്രിയാത്മകത ഉണർത്തുന്നവയായിരിക്കണം, ലളിതമായിട്ട് പദങ്ങളോട് കൂടിയവയായിരിക്കണം. എന്താണ്, കടിച്ചാൽ പൊട്ടാത്ത പദങ്ങളൊക്കെ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്ത പദങ്ങളൊന്നും അല്ല, എന്താണ് ലളിതമായിട്ടുള്ള പദങ്ങളായിരിക്കണം, താളത്തോടെ പറയാൻ കഴിയുന്നതായിരിക്കണം, രസകരവും ആനന്ദകരവുമായിരിക്കണം, ശിശു പ്രകൃതത്തിന് യോജിച്ചവയായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വേണം നമുക്ക് ചോദിച്ചൊക്കെ താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രീ സ്കൂളിൽ ഗീത എന്ന് പറയുന്ന ടീച്ചർ ഒരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിക്കുന്നു. താഴെ പറയുന്നതിൽ ടീച്ചർ ഏത് തരത്തിലുള്ള കഥകളാണ് പറയേണ്ടത്, ഏത് കഥ തിരഞ്ഞെടുക്കുമ്പോൾ സവിശേഷത ഏത്, സവിശേഷത അല്ലാത്തത് ഏത് എന്നൊക്കെ ഇങ്ങനെയാണ് ഇതിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം എന്ത് രീതിയിലുള്ള കഥകളാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി കഥകൾ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, ഭാവത്തോടു കൂടി പറയുക. നേരത്തെ പറഞ്ഞല്ലോ, ഭാവത്തോടു കൂടി വേണം പറയാനായിട്ട്. അപ്പോൾ സിംഹം വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തും സിംഹം വന്നതിൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്തും ഉണ്ടായിരിക്കണം. ശബ്ദ നിയന്ത്രണത്തോടു കൂടി പറയുക. അപ്പോൾ എന്താണ്, ആ ഒരു സൗണ്ടിലുള്ള മോഡുലേഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ സിംഹത്തെ കണ്ട് ഇന്ന മൃഗം പേടിച്ചു, അവൻ വിറച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മളും പതുക്കെ ആ ഒരു വിറയൽ നമ്മുടെ മുഖത്തും ഉണ്ടാവണം, അതുപോലെ ശബ്ദം പതുക്കെ താത്തണം. അപ്പോൾ എന്താണോ കഥയിലെ സിറ്റുവേഷൻ, ആ കഥയിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് അതേപടി കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഒരു അഭിനയ രംഗത്തേക്ക് ഇരുന്ന രീതിയിൽ ആ മോഡുലേഷനിൽ വ്യതിയാനങ്ങൾ വരുത്തണം, എക്സ്പ്രഷനിൽ വ്യതിയാനങ്ങൾ വരുത്തണം. നമ്മുടെ ജസ്റ്റേഴ്സ് മൂവ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് മാത്രമേ ആ ഒരു ഭീകരത അല്ലെങ്കിൽ ആ രസകരമായിട്ടുള്ള സംഭവം കുട്ടികളിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി മാറുള്ളൂ. ഇനി പാട്ടുകൾ ഉൾപ്പെടുത്തണം. ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടുകളൊക്കെ ഇതിൻ്റെ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുകയാണ് നല്ലതായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, കുട്ടികളിൽ ചിത്രങ്ങൾ, പാവകൾ, കർട്ടനുകൾ, മുഖംമൂടി എന്നിവ ഉപയോഗിക്കുക. അപ്പോൾ ചെറിയ ചെറിയ ചിത്രങ്ങൾ, ഇത് കണ്ടോ, ഒരു കാട്ടിക്കൂടെ നടന്നു പോകുമായിരുന്നു സിംഹം. അപ്പോൾ എങ്ങനെയാണ് ഒരു കാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ഇത് കണ്ടോ, ഈ വലിയ കാട് കണ്ടെന്ന് ചിത്രമൊക്കെ വേണമെങ്കിൽ കാണിക്കാം. അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലുമൊക്കെ മുഖംമൂടികൾ, ഇപ്പോൾ സിംഹത്തിന് മുഖംമൂടിക്കൊക്കെ വേണമെങ്കിൽ ടീച്ചർക്ക് ധരിക്കാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കഥകൾ എങ്ങനെ അവതരിപ്പിക്കണം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് കഥകളിൽ വരുന്നത്. ഇനി നമുക്ക് പാട്ടുകളുടെ സവിശേഷതകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് പേര് LP സ്കൂൾ അസിസ്റ്റൻറ്റ് പോയതിൻ്റെയൊക്കെ വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട്. അപ്പോൾ പോയത് പോട്ടെ, ഇനി നമ്മൾ അതിനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രീ സ്കൂളുണ്ട്, പ്രീ സ്കൂളിന് അത്യാവശ്യം സാലറി സ്കെയിലൊക്കെ LPയുടെക്കാളും അല്ലെങ്കിൽ LPയോടൊപ്പം നിൽക്കുന്ന സാലറി സ്കെയിലൊക്കെ ഉള്ളൊരു പോസ്റ്റാണ് ഈ പ്രീ സ്കൂൾ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കാതെ ഈ ബുദ്ധിമുട്ടിയിരിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ ഈ പ്രീ പ്രൈമറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാമും, ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, മോഡൽ എക്സാമും എല്ലാം ഉൾപ്പെടുന്ന ഒരു പാക്കേജ് തന്നെയാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ചു നിൽക്കാതെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് LP സ്കൂൾ അസിസ്റ്റൻറ്റ്
ഉണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം പ്രീ സ്കൂളിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം എക്സാം ഡേറ്റ് ഒക്കെ വന്നതാണ്. എക്സാം ഡേറ്റിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പ്രീ സ്കൂളിലെ സിലബസ് അനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രീ സ്കൂൾ ടീച്ചർ എന്നുള്ള ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മടിച്ചിരിക്കാതെ എല്ലാവരും തന്നെ കൃത്യമായി പഠിച്ചു പോകുക. ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാട്ടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ പാട്ടുകൾ എന്ന് പറയുമ്പോൾ കളിപ്രവർത്തനങ്ങളിൽ സുപ്രധാന സ്ഥാനം അർഹിക്കുന്നവയാണ് പാട്ടുകൾ എന്ന് പറയുന്നത്. എന്താണ്? കളിപ്രവർത്തനങ്ങളിൽ സുപ്രധാന സ്ഥാനം അർഹിക്കുന്നവയാണ് പാട്ടുകൾ. അപ്പോൾ നമ്മൾ ആദ്യം ഈ കളിയോടൊപ്പം വരെ ചേർന്ന് നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചലമെന്നുകൊണ്ടുള്ള ആലാപനമല്ല, ശരീരവും മനസ്സും ഒന്നായി പങ്കെടുക്കുന്ന ആകർഷണമായ ദൃശ്യശ്രാവ്യ പരിപാടിയാണ് ഇവിടെ പാട്ടുപാടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാട്ടുപാടി എന്ത് ചെയ്യണം? കുട്ടികളുടെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും അതുപോലെ കളികളിലൂടെയും ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന പഠിപ്പിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ്. പാട്ട് അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഓരോ പരിപാടിയും കുട്ടികൾ അവതരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ്? ഓരോ പാട്ട് പരിപാടി ആരാണ് അവതരിപ്പിക്കേണ്ടത്? കുട്ടികളാണ് അവതരിപ്പിക്കേണ്ടത്. ടീച്ചർ നന്നായി പാടുന്ന കുട്ടികൾ കാണുകയും കേൾക്കുകയും വേണം. അപ്പോൾ ടീച്ചറും എന്ത് ചെയ്യണം? കുട്ടികൾക്ക് മാതൃകയായി ടീച്ചറും ആദ്യം പാടിക്കൊടുക്കണം. അപ്പോൾ പാടുന്നതും കാണുന്നതൊക്കെ ടീച്ചർ പാടുന്ന കുട്ടികൾ കാണണം. ആശയപൂർണ്ണമായും ഭാവം മുഴുവൻ പാടിയ ശേഷം കുട്ടിയെ കൊണ്ട് പാടിക്കുക. അപ്പോൾ എന്താണ്? 1-2 തവണ ടീച്ചർ നല്ല ആക്ഷനൊക്കെ ഇട്ട് പാടിയതിന് ശേഷം ഓരോ കുട്ടിയെ കൊണ്ടും പാടിപ്പിച്ച് നോക്കുക. അതുപോലെ തന്നെ നിർബന്ധിച്ച് പാടിക്കരുത്, ധൈര്യം നൽകണം. ചില കുട്ടികൾക്ക് എന്താണ്? പേടി ഉണ്ടാവും. എനിക്ക് പാടാൻ അറിയാൻ പാടില്ല, ഞാൻ വരില്ല ടീച്ചർ, എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വാ മോനെ വാ, നല്ല രസമായിട്ട് പാടുന്നത്, എല്ലാവരും പാടിയില്ലേ, അല്ലെങ്കിൽ ഇവളും മിടുക്കിയായിട്ട് പാടിയില്ലേ, ഇനി നീ വന്ന് പാടും വാ എന്നൊക്കെ പറഞ്ഞ് നല്ല രസകരമായിട്ട് അവരെ മുമ്പിലേക്ക് വിളിച്ച് നിർത്തി അവർക്ക് ധൈര്യം കൊടുത്ത് പാടണം. അല്ലാണ്ട് പാടാത്ത പിള്ളേ നീ ഇങ്ങോട്ട് വന്ന് നീ പാടില്ല, നീ എപ്പോൾ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കാതെ എന്താണ്? അവരോട് രസകരമായിട്ടും സ്നേഹത്തോടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൊണ്ട് പാടിപ്പിക്കണം. ഇനി കുട്ടികളെ താരതമ്യം ചെയ്യരുത്. അത് എന്ത് ചെയ്യാൻ പാടില്ല? അതെ അവൻ നല്ല ഭംഗിയായിട്ട് പാടി, നിൻ്റെ പാട്ട് എന്തിനും കൊള്ളായിരുന്നു, നിൻ്റെ പാട്ട് കൊള്ളായിരുന്നു, നിൻ്റെ പാട്ട് പൊട്ടയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവൻ നന്നായിട്ട് പാടിയല്ലോ, മോൻ അതിനേക്കാൾ സെറ്റപ്പായിട്ട് പാടാറിയാലോ വാ എന്നൊക്കെ പറഞ്ഞ് വേണം വിളിക്കാനായിട്ട്. അല്ലെങ്കിൽ അവൻ നന്നായി പാടി, നിൻ്റെ പാട്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും കുട്ടികളെ താരതമ്യം ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ കുട്ടികളുടെ ആസ്വാദനമാണ് പ്രാധാന്യം. എന്താണ്? അവർക്ക് അവരുടെ സൗണ്ട് നല്ലതാണോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, അവർക്ക് പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ പാടാൻ പറ്റുന്നുണ്ടോ. അല്ലാണ്ട് അവരുടെ നമ്മളൊരു പാട്ട് കോമ്പറ്റീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? കുറച്ചൊക്കെ അവനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ, സ്റ്റേജ് ഫിയറൊക്കെ അകറ്റി നിർത്തുക എന്നുകൊണ്ടാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി പലതരത്തിലുള്ള പാട്ടുകളുണ്ട് കേട്ടോ. വിവിധതരം പാട്ടുകളുണ്ട്. കളിപ്പാട്ട്, കഥപ്പാട്ട്, ചോദ്യോത്തരപ്പാട്ട്, നാടൻ പാട്ട്, താരാട്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ കളിപ്പാട്ടെന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കളികളിലോട് കൂടി നിൽക്കുന്ന പാട്ടുണ്ട്. അപ്പോൾ വട്ടം വട്ടം നാരങ്ങ കൊത്തി കൊത്തി തിന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് പണ്ട് നഴ്സറിയിലൊക്കെ പഠിക്കുന്ന ഒരു കളികളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കളിയാണ്, പക്ഷേ കളിയുടെ അപ്പോൾ എന്തുണ്ട് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്? പാട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഥപ്പാട്ട്, ഒരു കഥയെ പാട്ട് രൂപത്തിലാക്കുന്ന രീതി. ഇനി ചോദ്യോത്തരപ്പാട്ട്, അതുപോലെ ചോദ്യത്തെ പാട്ടായി ഇരുന്ന നാടൻ പാട്ട്, അതുപോലെ താരാട്ട് പാട്ട്, അങ്ങനെ പല തരത്തിലുള്ള വിധം പാട്ടുകളുണ്ട്. ഇനി അടുത്തതാണ് നിർമ്മാണം എന്ന് പറയുന്നത്. നിർമ്മാണം എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികൾ ഓരോരോ കാര്യങ്ങൾ ചെറുതായിട്ട് അവർക്ക് അറിയാവുന്ന പോലെയൊക്കെ നിർമ്മിക്കുന്നു. ഒരു കഷ്ണം പേപ്പർ കൊടുത്തിട്ട് വഞ്ചി ഉണ്ടാക്കിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? കുട്ടിക്ക് വഞ്ചി ഉണ്ടാക്കാൻ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അത് മടക്കി ഫോൾഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഒരു കുഞ്ഞു മിനിയേച്ചർ വഞ്ചിയാക്കി എടുക്കുന്നു. അപ്പോൾ എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട്, അതുപോലെ കട്ടകൾ, ഒരുപാട് കട്ടകൾ കണ്ടിട്ടില്ല നിങ്ങൾ? ആ കട്ടകൾ ജോയിൻ ചെയ്ത്, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അറിയായിരിക്കും, ആ കട്ടകൾ ജോയിൻ ചെയ്ത് അവർ വീടും അതുപോലെ തന്നെ ചെറിയ ചെറിയ വണ്ടികളും ഒക്കെ ഉണ്ടാക്കാൻ കണ്ടിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ നഴ്സറിയിൽ മക്കളെ വിടാൻ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ എന്താണ്? എന്ത് കാര്യങ്ങൾ കൊടുത്താലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിർമ്മിക്കാൻ മക്കൾക്ക് അറിയണ്ടായിരിക്കും. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സൂക്ഷ്മപേശികൾ വികസിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, സന്മാർഗത വികസിക്കുന്നു. അവരെ കൊണ്ട് ഇപ്പോൾ കട്ടകൾ കൊടുക്കുമ്പോൾ അവർ കുഞ്ഞൊരു വീടുണ്ടാകുന്നു. അപ്പോൾ അവരുടെ ഒരു കഴിവാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ സാമൂഹ്യ വൈകാരിക വികസനം സാധ്യമാക്കുന്നു, അവരുടെ ഏകോപനം സാധ്യമാക്കുന്നു, പ്രകൃതിയോട് ഇഷ്ടമുണ്ടാകുന്നു. അപ്പോൾ പ്രകൃതിയോട് ഇഷ്ടമുണ്ടാകുന്നു, പാഴ്വസ്തുക്കളിൽ താല്പര്യം ജനിക്കുന്നു. അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ഒരു കടലാസിൽ നിന്ന് ഒരു വഞ്ചിയോ സഞ്ചിയോ വിശറിയോ ഒക്കെ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കുമ്പോൾ എന്താണ്? പാഴ്വസ്തുക്കളിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എന്നൊരു ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് യുക്തിചിന്ത വികസിക്കുന്നു. ഈ ഒരു കടലാസിൽ നിന്ന് ഒരു ഇതുണ്ടാക്കാം, ഒരു വണ്ടി ഉണ്ടാക്കാം എന്നുള്ള യുക്തിചിന്ത ഉണ്ടാകുന്നു. അന്വേഷണ ബുദ്ധി വളരുന്നു. അപ്പോൾ വണ്ടി ഉണ്ടാക്കാമെങ്കിൽ, അല്ലെങ്കിൽ കടലാസിൽ നിന്ന് വിശറി ഉണ്ടാക്കാമെങ്കിൽ, സഞ്ചി ഉണ്ടാക്കാമെങ്കിൽ, വള്ളം ഉണ്ടാക്കാമെങ്കിൽ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കുട്ടി സ്വയം ഒന്ന് മടക്കി എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പാഴ്വസ്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് താല്പര്യമൊക്കെ ജനിക്കുന്നു. ഇതൊക്കെ നിർമ്മാണ പ്രവർത്തനം ഉണ്ടാകുന്ന നേട്ടങ്ങൾ ആണ്. ഇനി മനോഭാവങ്ങളുടെ അനുരൂപീകരണം, വിവരശേഖരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി എന്താണ്? കുട്ടികളിൽ ഓരോ തലത്തിലുള്ള കുട്ടികളുടെ ഓരോ കഴിവുകളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഇനി മറ്റൊന്നാണ് ശേഖരിക്കൽ. കുട്ടികൾക്ക് പണ്ട് കളക്ഷൻ ബുക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അതായത് എന്തെങ്കിലുമൊക്കെ ശേഖരിച്ച് വെക്കണ രീതികളൊക്കെ ഉണ്ടായിരിക്കും. കാരണം എന്താണ്, കുറേ പ്രകൃതി സ്നേഹം വളർത്താനും അതുപോലെ തന്നെ സൂക്ഷ്മത ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഈ ഒരു ശേഖരണം തയ്യാറാണ്. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾ സാധാരണയായിട്ട് ശേഖരിക്കുന്നത്? സ്റ്റാമ്പ് കളക്ഷൻ. കുട്ടികൾ എന്തുണ്ടായിരിക്കും? സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ ഒരു കളക്ഷൻ, കല്ലുകളുടെ കളക്ഷൻ, തീപ്പെട്ടി പടങ്ങളുടെ കളക്ഷൻ, അതുപോലെ ചിത്രങ്ങൾ, തൂവലുകൾ, ഇതിൻ്റെയൊക്കെ പത്ര കട്ടിങ്ങുകൾ, ഫോട്ടോകൾ എന്നിവയൊക്കെ നല്ല രസകരമായിട്ടുള്ള ചിത്രങ്ങൾ, പ്രകൃതി ഇണങ്ങുന്ന ചിത്രങ്ങൾ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഒരുപാട് പേരുടെ ഹോബിയായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ ഞാനൊക്കെ പണ്ട് പഠിക്കുമ്പോൾ തൂവൽ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ നിങ്ങൾ ഇതിനകത്ത് കളക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലത്തെ പലതരത്തിലുള്ള കളക്ഷനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷനുകളൊക്കെ എന്താണ്, കുട്ടികളുടെ ഒരു ഇഷ്ടങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ കളക്ഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക? ഒന്ന്, പ്രകൃതി നടത്തത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ എന്താണ്, ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും തൂവൽ കാണുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു നല്ല രസകരമായിട്ടൊരു കല്ല് കാണുന്നു, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മുത്തുകൾ അവിടെ നിന്ന് കിടന്ന് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ ശേഖരിക്കാനുള്ള, പ്രകൃതിയോട് ഇണങ്ങാനുള്ള തന്ത്രമാണ് ശരിക്കും ഒരു ശേഖരിക്കൽ എന്ന് പറയുന്നത്. എങ്ങനെ ശേഖരിക്കണേ? അമ്മമാരുടെ സഹായത്തോടെ. അല്ലാണ്ട് ശേഖരിക്കാൻ രാവിലെ തന്നെ കുട്ടി പറമ്പിലേക്ക് ഇറങ്ങി പോവുകയാണോ? അല്ല. അമ്മയുമായിട്ട് അച്ഛനുമായിട്ടൊക്കെ നടക്കാനായിട്ട് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കുട്ടി അവരുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ശേഖരിക്കുന്നത്. പിന്നെന്താണ്, സഹപാഠികളിൽ നിന്ന് ശേഖരിക്കുന്നു, മുതിർന്ന കുട്ടികളുടെ സഹായത്തോടെയൊക്കെ ശേഖരിക്കണം. അപ്പോൾ ഇങ്ങനെ ശേഖരിക്കുമ്പോൾ എന്താണ്, അവരിലൊരു സൂക്ഷ്മത വളരാനും അവർക്ക് പ്രകൃതിയോടുള്ള സ്നേഹം വളരാനും ഒക്കെ സാധിക്കും. ഇനി അടുത്താണ് പ്രകൃതി നടത്തം എന്ന് പറയുന്നത്. നഴ്സറി കുട്ടികൾക്ക് ഏറെ ഫലപ്രദമായ പ്രവർത്തനമാണ് പ്രകൃതി നടത്തം. നേരിട്ട് പ്രകൃതിയെ അറിയുന്നതിനും പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ, സസ്യങ്ങളെ തിരിച്ചറിയുന്നതിനും ജീവജാലങ്ങൾ, ധാതുക്കൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, ജലസ്രോതസ്സുകൾ എന്നിവയെല്ലാം കാണുന്നതിനും പ്രകൃതി നടത്തം പ്രയോജനകരമാണ്. അപ്പോൾ അതുപോലെ മറ്റൊന്നാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആക്ടിവിറ്റിയാണ് പ്രകൃതി നടത്തം എന്ന് പറയുന്നത്. എന്താണ്, ഈ ഒരു പ്രകൃതി നടത്തം വഴി കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി അച്ഛനും അമ്മയുടെ കൂടെയൊക്കെ നടക്കുന്നു അല്ലേ. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മളിതേ ഈ ചെടി കണ്ടോ, ഇത് ഇന്ന ചെടിയാണ്, അല്ലെങ്കിൽ ഇതിന് ഔഷധ സസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പുതിയ പുതിയ ചെടികളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഇത് കണ്ടിട്ട് ഒരു പുൽച്ചാടി പോകുന്ന നോക്കിയേ, ഈ ഉറുമ്പിനെ കണ്ടേ, ഈ ഉറുമ്പിൻ്റെ കളർ കണ്ടോ, കറുത്തതാണ്. ദേ ഉറുമ്പിനെ നോക്കിയാൽ എൻ്റെ കളർ കണ്ടോ, ചുമന്നതാണ്. ഈ ഉറുമ്പ് കടിച്ച നല്ല വേദനയാണ്. അല്ലെങ്കിൽ ഇത് ഒരു ഓന്തിനെ കണ്ടോ, ആ ഓന്ത് കളർ മാറിയേക്കുന്നത് കണ്ടോ. അങ്ങനെ പ്രകൃതിയിലെ ജീവജാലങ്ങളെയും പ്രകൃതിയിലെ കുഞ്ഞു കുഞ്ഞു ജീവികളെയും ഒക്കെ പരിചയപ്പെടാൻ പ്രകൃതി നടത്തം കുട്ടികളെ സഹായിക്കും. ഇനി എന്തൊക്കെയാണ് പ്രകൃതി നടത്തം കൊണ്ടുള്ള പ്രയോജനങ്ങൾ? സൂക്ഷ്മമായി നിരീക്ഷണ ശേഷി വളരുന്നു. അപ്പോൾ ഉറുമ്പിനെ നോക്കിക്കുക എന്ന് പറയുമ്പോൾ കുട്ടി സൂക്ഷ്മമായിട്ട് നോക്കുകയാണ്. അപ്പോൾ എന്താണ്, രണ്ട് ഉറുമ്പിനെ കാണിച്ചു കൊടുക്കുന്നു. ഒരു ഉറുമ്പ് കറുത്തതും ഒരു ഉറുമ്പ് ചുമന്നതുമാണെങ്കിൽ എന്താണ്, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഉറുമ്പുണ്ട്. ഈ ഉറുമ്പ് കടിച്ചാൽ വേദന എടുക്കും, ഈ ഉറുമ്പ് കടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ എന്താണ് നോക്കി കാണാൻ കുട്ടിയുടെ ആ ഒരു സർഗ്ഗശേഷി അവിടെ വികസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രകൃതി നടത്തം എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ട കാര്യങ്ങൾ പറയാനുള്ള ശേഷി കൈവരിക്കുന്നു. അപ്പോൾ ഇതേ കണ്ട ഉറുമ്പ്, ചുമന്ന ഉറുമ്പ് അല്ലെങ്കിൽ എന്താണ് കറുത്ത ഉറുമ്പ് ഇത് കടിക്കും എന്നൊക്കെ പറയാനുള്ള ഭാഷാ വികസനം കൂടി അവിടെ വികസിക്കുകയാണ്. അനുഭവങ്ങൾ വിവരിക്കാനുള്ള ശേഷി നേടുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാനും ടീച്ചറും കൂടെ നടക്കാൻ പോയി, അന്നേരം ഇന്ന കാര്യങ്ങൾ കണ്ടു. അപ്പോൾ എന്താണ്, വീട്ടിൽ പോയി പറയുകയാണെന്ന് ഒരു കറുത്ത ഉറുമ്പിനെ കണ്ടു അല്ലെങ്കിൽ ചുമന്ന ഉറുമ്പിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് കുട്ടി മറ്റൊരാളോട് വിവരിച്ചു കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് മാറുന്നു, ഭാഷാശേഷി കൂടി അവിടെ വികസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങൾ ശേഖരിക്കാനുള്ള മനോഭാവം ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ്, തൂവൽ കളക്ഷൻ, അതുപോലെ തന്നെ ഇലകളുടെ കളക്ഷൻ, അതുപോലെ കല്ലുകളുടെ കളക്ഷൻ, ചിപ്പികളുടെ കളക്ഷൻ. ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ നടക്കാൻ പോകുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഈ അനുഭവത്തിൽ നിന്നാണ് കുട്ടി ഇങ്ങനെയുള്ള ശേഖരണമൊക്കെ തുടങ്ങുന്നത്. അടുത്തതാണ് പാവകളി എന്ന് പറയുന്നത്. പാവകളി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരാളിനെയോ ഒരു മൃഗത്തെയോ ഒരു സാധനത്തെയോ പോലിരിക്കുന്ന പാവകൾ ചലിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കും. പാവകൾ കുട്ടിയോട് സംസാരിക്കുന്നു, കുട്ടിയുടെ പാവകളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, സംഭാഷണം നടത്തുന്നു. ചിലപ്പോൾ പാവകൾ വെച്ച് ചലിപ്പിക്കുന്നതിനും സംസാരിക്കുന്നതിനും നിങ്ങളായിരിക്കും. മറ്റു ചിലപ്പോൾ കുട്ടികൾ തന്നെ പാവകളെ കൈകാര്യം ചെയ്യുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന 4 തരം പാവകളെ കുറിച്ച് താഴെ പറയുന്നു. അപ്പോൾ എന്താണ്, ചില പാവകളെയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുട്ടിയോട് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ കോർത്തിട്ടിട്ട് ഈ പാവേനെ കൊണ്ട് ഇങ്ങനെ അനക്കുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പാവ ഇതിൻ്റെ കൂടെ ഇരുന്നിങ്ങനെ അനങ്ങും. അപ്പോൾ നമ്മൾ വേറെ സൗണ്ടൊക്കെ മാറ്റി ഈ പാവയോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ അധ്യാപകരായിരിക്കും അങ്ങനെ പാവയും കൊണ്ട് ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ സ്വയം ചെയ്യിക്കുന്നതുണ്ടാവും. അങ്ങനെ പാവകളെയൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. പല തരത്തിൽ നമുക്ക് പാവകളെ ഉണ്ടാക്കാം. കടലാസ് കൊണ്ടുള്ള പാവ ഉണ്ടാക്കാം, പന്ത് കൊണ്ട് പാവേനെ ഉണ്ടാക്കാം, അതുപോലെ വിരൽ പാവയുണ്ട്, പരന്ന പാവയുണ്ട്. അങ്ങനെ പല രീതിയിലും പല ആകൃതിയിലും പല ഷേപ്പിലുമുള്ള പാവകളെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചു പോയത്? പ്രധാനമായിട്ടും പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങളാണ്. കളികൾ എന്തൊക്കെയാണ് വൈവിധ്യങ്ങളായിട്ട് വരുന്നത്, നമ്മൾ എങ്ങനെയാണ് പ്രീ സ്കൂളിലെ പ്രവർത്തനങ്ങളാണ് ഒരു പ്രീ സ്കൂളിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അതായത് കളിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ കളികൾ അതിൽ തന്നെ എന്തൊക്കെയുണ്ട്,
നഴ്സറി സ്കൂളുകളിൽ കളികൾ, കഥകൾ പറയുന്നത്, അതുപോലെ തന്നെ പാട്ട് അവതരിപ്പിക്കുന്നത്, നിർമ്മാണം, ശേഖരണം, അതുപോലെയുള്ള കാര്യങ്ങൾ, പ്രകൃതി നടത്തം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണ്? പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഈ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടോപ്പിക്കും കൂടി എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്രാഷ് കോഴ്സ് ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് കഴിയുന്നതോടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പോർഷൻസ് കവറായി പോകും. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനൊക്കെ സാധിക്കുന്നതായിരിക്കും. നമ്മൾ മോഡൽ എക്സാമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോഡൽ എക്സാമൊക്കെ ഒരുപാട് രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉയരുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.